കുമളി അമരാവതിയിൽ വന്യമൃഗ സാന്നിധ്യം രൂക്ഷമാകുന്നു. പ്രദേശവാസിയായ പുളിക്കൽ ജേക്കബിന്റെ 2 ആടുകളെ വന്യമൃഗം കൊന്നു ഭക്ഷിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഇതോടെ സ്ഥലത്ത് വനംവകുപ്പ് 2 ക്യാമറകൾ സ്ഥാപിച്ചു. ഇന്നു പുലർച്ചെയാണ് അമരാവതി മേഖലയിൽ വന്യമൃഗം എത്തിയത്. വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ കെട്ടിയിരുന്ന 2 ആടുകളെ വന്യമൃഗം ആക്രമിച്ചു കൊന്നു. ശബ്ദം കേട്ട് ജേക്കബും കുടുംബവും എത്തിയപ്പോഴേക്കും 2 ആടുകൾ ചുറ്റിരുന്നു. ഒരാടിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നിലയിലും കണ്ടെത്തി. തുടർന്ന് ഇവർ മറ്റാടുകളെ മാറ്റിക്കെട്ടി. രാവിലെ നടത്തിയ പരിശോധനയിലാണ് വന്യമൃഗം ആടുകളെ ഭക്ഷ്യനിലയിൽ കണ്ടത്. ചേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂട്ടിച്ചെന്ന് നോക്കുമ്പോൾ ആട് 2 ചത്തുന്ന നിലയിലും ഒരെണ്ണം പരിക്കേറ്റ നിലയിലും കാണുന്നുണ്ട്. 4 മണിയോടുകൂടി ഞങ്ങൾ 2 ആടിനെ അഴിച്ചുകൊണ്ട് വരികയും ബാക്കി ഒരെണ്ണം കൂട്ടിൽ വന്നു നേരം വിളിച്ച് നോക്കുമ്പോൾ മറ്റേ ആടിനെ കടിച്ചു കേൾക്കുന്നതാണ്. തുടർന്ന് വനംവകുപ്പിൽ വിവരമറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയതോടെ നാട്ടുകാരുടെ പ്രതിഷേധവും വിരമി. അവിടെ ഒരു നടപടി ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. അവിടെ കടുവ വന്ന് കഴിഞ്ഞ ദിവസം കാരക്കണ്ടത്ത് പുലി വന്നതിന്റെ പാടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. കഷ്ടപ്പാട് വരുന്നു, നോക്കിയിട്ട് പോകുന്നു, വീണ്ടും ഈ സാധനം വരുന്നു, വീണ്ടും നിങ്ങൾ വന്ന് നോക്കുന്നു, പോകുന്നു. നിങ്ങളുടെ ക്യാമറയ്ക്കകത്ത് തന്നെ കയറട്ടെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ മെയിൻ ഓഫീസർ വരിക. കൺഫേം ചെയ്യുന്ന പറഞ്ഞാൽ എന്താ കൺഫേം ആക്കണ്ടേ? നിങ്ങൾ അവിടെ വന്ന് കൺഫേം ആക്കിയെങ്കിൽ അത് ഇവിടെ അറിയിക്കുമെങ്കിലും പിന്നാലെ വന്യമൃഗം എത്തിയ സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി. കഴിഞ്ഞ ഏതാനും നാളുകളായി മേഖലയിൽ വന്യമൃഗ സാന്നിധ്യമുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു. ക്യാമറയ്ക്കകത്ത് പുലിയുടെ ദൃശ്യങ്ങൾ കിട്ടിയാലും അവര് നാളെ കൊണ്ട് കൂട് വെച്ച് അതി വീഴണമെന്ന് നിർബന്ധമില്ല. ഇതിന് തക്കതായിട്ടുള്ള ഒരു ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി എടുക്കാൻ വേണ്ടി അവരെ സാധിക്കുന്നില്ല. മേഖലയിൽ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, കുമളി.